രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫേസ് നല്ല സ്മെൽ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് യോഗ ചെയ്താൽ മതി. ആദ്യം ലിംഫറ്റിക് നോട്ട്സ് ഒക്കെ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഡ്രംസ്, കോളർ ബോൺസ് ആൻഡ് നമ്മുടെ ഇയേഴ്സ്. ഇതൊരു 10 കൗണ്ട്സ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഫേസ് ഫുൾ ഒന്ന് ടാപ്പ് ചെയ്ത് പോകാം കേട്ടോ. ഇതൊരു 10 കൗണ്ട്സ് വരെ നമുക്ക് ഫുൾ ഫേസ് ഒന്ന് ചെയ്ത് പോകാവുന്നതാണ്. ലോവർ ടീത്ത് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം ഇത് സ്ട്രെച്ച് ചെയ്യാൻ. ഇതൊരു 10 to 15 കൗണ്ട്സ് വരെ പോകാം. അടുത്തത് റൂഫ് കിസ് ആണ്. മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം റൂഫിലേക്ക് കിസ് ചെയ്യാനായിട്ട്. ഇതൊരു പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. മലയാളം എവിടെയുണ്ടോ അവിടെ തട്ടിപ്പ് ഉണ്ടാകും. തട്ടിപ്പ് നടത്താനും തട്ടിപ്പുകളിൽ ചെന്ന് വീഴാനും മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവാണ്. തട്ടിപ്പിൽ തന്നെ ഈ സയൻസിനെ കൂട്ടി പിടിച്ച് നടത്തുന്ന തട്ടിപ്പുകൾക്ക് ഒരു പ്രത്യേക മൈലേജ് കിട്ടാറുണ്ട്. സ്യൂഡോ സയൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ആളുകളെ പെട്ടെന്ന് വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി സയന്റിഫിക് ടേം ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾ കുറച്ച് ഡേഞ്ചറാണ്. അത്തരത്തിലൊരു തട്ടിപ്പിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫേസ് യോഗ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യോഗ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്തായിരിക്കും ഫേസ് യോഗ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് അല്ലെ. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ മുഖത്തിന്റെ മസിലുകൾക്ക് വ്യായാമം നൽകുന്ന ഒരു പരിപാടിയാണ്. മുഖം പല രീതിയിൽ ചലിപ്പിച്ചും കൈ കൊണ്ട് മസാജ് ചെയ്തും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുഖത്തിലെ കൊഴുപ്പ് കുറയുമെന്നും മുഖം തിളങ്ങുമെന്നും ചുളിവുകളൊക്കെ പോയി പ്രായം കുറയുമെന്നും ഒക്കെയാണ് ഫേസ് യോഗക്കാർ പറയുന്നത്. കേരളത്തിലെ ഫേസ് യോഗയുടെ പ്രധാന പ്രചാരക എന്ന് പറയുന്നത് നടിയായ പാർവതി ആർ കൃഷ്ണയാണ്. പാർവതി ഫേസ് യോഗ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഓൺലൈൻ ക്ലാസ് വരെ നടത്തുന്നുണ്ട്. അതായത് പാർവതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് ആണെന്ന് അർത്ഥം. നമുക്ക് എന്തായാലും പാർവതിയുടെ ഒരു വീഡിയോ നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫേസ് നല്ല സ്മെൽ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് യോഗ ചെയ്താൽ മതി. ആദ്യം ലിംഫറ്റിക് നോട്ട്സ് ഒക്കെ നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? രാവിലെ തന്നെ വന്നിരുന്ന് കക്ഷത്തിൽ ചൊറിയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി ഇരുന്ന് ചൊറിയ പെണ്ണെ. ഇതിങ്ങനെ എല്ലാവരും കാണിക്കണോ? ബാക്കി ഉണ്ടോക്കാം. ഡ്രംസ്, കോളർ ബോൺസ് ആൻഡ് നമ്മുടെ ഇയേഴ്സ്. ഇതൊരു 10 കൗണ്ട്സ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഫേസ് ഫുൾ ഒന്ന് ടാപ്പ് ചെയ്ത് പോകാം കേട്ടോ. ഇതൊരു 10 കൗണ്ട്സ് വരെ നമുക്ക് ഫുൾ ഫേസ് ഒന്ന് ചെയ്ത് പോകാവുന്നതാണ്. ലോവർ ടീത്ത് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം ഇത് സ്ട്രെച്ച് ചെയ്യാൻ. ഇതൊരു 10 to 15 കൗണ്ട്സ് വരെ പോകാം. അടുത്തത് റൂഫ് കിസ് ആണ്. മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം റൂഫിലേക്ക് കിസ് ചെയ്യാനായിട്ട്. ഇതൊരു കിസ്സൊക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ. ഇപ്പൊ ഫേസ് യോഗയോട് ചെറിയൊരു താല്പര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബാക്കി ഉണ്ടോക്കുന്നത് 15 കൗണ്ട്സ് വരെ പോകാമേ. ആൻഡ് ഫൈനലി ദിസ് അഗൈൻ 10 to 15 കൗണ്ട്സ്. ഡെയിലി ഞാൻ ചെയ്യുന്ന പ്രോസസ് ആണ്. ഇതുപോലത്തെ ഫേസ് യോഗ വേണമെങ്കിൽ പറയണേ. ബൈ. പിന്നെന്താ പറയാലോ. കണ്ടല്ലേ, ഇതൊക്കെയാണ് ഫേസ് യോഗ എന്ന് പറഞ്ഞ് പാർവതി പഠിപ്പിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഒറിജിനൽ യോഗയുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. പുതിയതായി കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഈ ഫേസ് യോഗ എന്ന് പറയുന്നത്. പിന്നെ ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി യോഗ എന്ന പേര് ഉപയോഗിച്ചു എന്ന് മാത്രം. അതാകുമ്പോൾ ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാലോ, അതാണ് സംഭവം. ഫേസ് യോഗ എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്ന ഈ ഫേഷ്യൽ എക്സസൈസുകൾ ഫുൾ തട്ടിപ്പാണ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോഴും ചവയ്ക്കുമ്പോഴും എല്ലാം മുഖത്തെ മസിലുകൾ അനങ്ങാറുണ്ടല്ലോ. അതേ സംഭവങ്ങൾ തന്നെ യോഗ എന്നും പറഞ്ഞ് ചില കോച്ചുകൾ കാണിച്ചു ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മുഖത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി ഓൺലൈൻ കോഴ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ആകുമ്പോഴാണ് പൂർണ്ണമായ തട്ടിപ്പായി മാറുന്നത്. മുഖത്തെ ഫാറ്റ് കുറയും, പ്രായം കുറയും തുടങ്ങിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ആളുകളെ ഫേസ് യോഗയിലേക്ക് ഇവരെ ആകർഷിക്കുന്നത്. അതാണ് പ്രശ്നം. നമ്മുടെ മുഖത്തെ ഫാറ്റ് കുറയണമെങ്കിൽ ഫേസ് യോഗ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം. ശരീരത്തിലെ മൊത്തത്തിലുള്ള ഫാറ്റ് കുറയുന്നതിനനുസരിച്ച് മുഖത്തെ ഫാറ്റും കുറയും. അങ്ങനെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഫാറ്റ് മാത്രമായി നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും പാർവതിയുടെ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഈ ഫേസ് യോഗയെ കുറിച്ച് പാർവതി വാചാലയാകുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. അതുപോലെ തന്നെ ഫേസ് യോഗ ട്രെയിനർ ആണ്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിറ്റ്നസിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു ഫേസ് യോഗ ട്രെയിനർ എങ്ങനെയാണ് ഇതിലോട്ടേക്ക് വന്നത്? ഒരു സെൽഫ് കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അച്ചു ജനിച്ചതിന് ശേഷം ഉണ്ടായ കുറെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഈ പറയുന്ന പോലെ എന്റെ ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് പണിയൊന്നും വേറെ ഇല്ലാതിരുന്നതുകൊണ്ടും സ്കിൻ കെയർ കുറച്ച് അധികം ചെയ്യാൻ തുടങ്ങി. കുറച്ച് ഈ ഇൻസ്റ്റയിൽ അന്നാണ് റീൽസ് ഒക്കെ വന്നു തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ പതുക്കെ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ ഓരോ പ്രൊഡക്റ്റിന്റെ ഇങ്ങനെ ഡിഫറൻസ് കാണുമ്പോൾ ഒരു കിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മോൻ തന്നെ റീൽസിലൂടെയാണ് ജനിച്ചത്. അതായത് ആ പ്രഗ്നൻസി ടൈമിലുള്ള ഡാൻസ് അതൊക്കെ നല്ല വൈറലായിരുന്നു. അപ്പൊ അത് തന്നെ ഓരോ ലേഡീസിനും ഭയങ്കര എന്താ പറയാ, അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ആ ഒരു ടൈമിൽ പതുക്കെ സ്കിൻ കെയർ ചെയ്തു തുടങ്ങി. അപ്പൊ സ്കിന്നിൽ ഉണ്ടാവുന്ന ഓരോ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ നോക്കിയപ്പോഴേക്കും എന്റെ ബോഡിയിൽ വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് ബോഡിയിലെ വെയിറ്റ് കുറയുന്നുണ്ട്, ഫേസിലെ വെയിറ്റ് മാറുന്നില്ല. അതായത് വേറെ ഫേസ് ഫാറ്റ് ഒന്നും കുറയുന്നില്ല. പാർവതി പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് ശരീരത്തിലെ ഫാറ്റും വെയിറ്റും കുറഞ്ഞിട്ടും മുഖത്തിലെ ഫാറ്റ് മാത്രം കുറഞ്ഞില്ല. അങ്ങനെയാണ് ഫേസ് യോഗ ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് പാർവതി പറഞ്ഞത്. ഒരു മണ്ടൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നുകിൽ പാർവതിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നുണ പറയുകയാണ്. ഒരു തവണയെങ്കിലും ഡയറ്റ് എടുത്ത് ശരീരഭാരം കുറച്ചവർക്ക് പാർവതി പറഞ്ഞതിലെ തെറ്റെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. സ്ഥിരമായി ജിമ്മിൽ പോകുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ആക്ച്വലി പാർവതി പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ ഫാറ്റ് മാത്രമായി കുറയാതിരിക്കില്ല. അതായത് ശരീരത്തിലെ മുഴുവനും ഫാറ്റ്
ഫാറ്റ് കുറഞ്ഞു, പക്ഷെ മുഖത്തെ മാത്രം കുറഞ്ഞില്ല എന്ന് പാർവതി പറഞ്ഞില്ലേ? അങ്ങനെ സംഭവിക്കില്ല. അതുപോലെ തന്നെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഫാറ്റ് മാത്രമായി നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. ഇതിനെ സ്പോട്ട് റിഡക്ഷൻ എന്നൊക്കെ പറയും. അതായത് സ്പോട്ട് റിഡക്ഷൻ നടപ്പുള്ള കാര്യമല്ല. ഈ വയറ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ജിമ്മിൽ പോകുമ്പോൾ ട്രെയിനർ പറയുന്നത് കേട്ടില്ല, അങ്ങനെ വയറ് മാത്രമായിട്ട് കുറയ്ക്കാൻ കഴിയൂല മോനെ, മൊത്തത്തിൽ കുറയുമ്പോൾ വയറും കുറഞ്ഞോളും എന്ന്. അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ കുറയുമ്പോൾ ഫേസും കുറഞ്ഞോളും. അല്ലാണ്ട് ഫേസിന് മാത്രമായി എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്താലേ ഫാറ്റ് കുറയുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ പറ്റിക്കുമ്പോഴാണ് പ്രശ്നം. അനുഭവമുള്ളവർക്ക് അറിയുന്നുണ്ടാകും. സത്യത്തിൽ നമ്മുടെ ശരീരത്തിന് ഭാരം കുറയ്ക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം കുറയുന്നത്, അല്ലെങ്കിൽ ആ കുറവ് നോട്ടീസ് ചെയ്യപ്പെടുന്നത് മുഖത്തായിരിക്കും എന്നുള്ളതാണ്. കണ്ട ഡയറ്റ് ഒക്കെ ചെയ്ത് മുഖം ആകെ ഒട്ടിപ്പോയല്ലോ, വയസ്സന്മാരെ പോലെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഒരു തവണയെങ്കിലും കേൾക്കാത്ത ആളുകൾ കുറവായിരിക്കും. നമ്മുടെ കാരണവന്മാർക്ക് മുഖം എപ്പോഴും ഇങ്ങനെ പഫി ആയിരിക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖത്തെ ഫാറ്റ് കുറയ്ക്കാൻ ഫേസ് യോഗ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിന് കൃത്യമായ ഭക്ഷണ നിയന്ത്രണവും ശരീരത്തിന് മുഴുവനായും ലഭിക്കേണ്ട എക്സസൈസുമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പാർവതിക്ക് ബാക്കി പറയാനും കൂടി കേട്ടോക്കാം. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ അതിനെന്ത് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അപ്പൊ ഒരുപാട് ഈ ബോട്ടോക്സ് ഫില്ലേഴ്സ് ഒക്കെ കണ്ടു. പക്ഷെ ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെയ്താൽ നിങ്ങൾ പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തില്ല, അതിൻ്റെതായിട്ടുള്ള ദൂഷ്യഫലങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഫേസ് യോഗയും ഈ പറയുന്ന പോലെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരിക്കലും ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു മാസം ചെയ്തിട്ട് രണ്ടാമത്തെ മാസം ചെയ്തില്ല വീണ്ടും പഴയ പോലെ ആ ഫാറ്റ് കയറി വരും. യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ്. ആകെയുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫേസിനെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ്. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പോവാതിരിക്കുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ സാഗ് എന്ന് പറയത്തില്ല. പക്ഷെ ഫേസ് ഫാറ്റിൽ നമുക്ക് ഈ സ്കിൻ സാഗ് ആവത്തില്ല. മസിൽ മെമ്മറി ഭയങ്കര കൂടുതലായിരിക്കും. 57+ മസിൽസ് ഉണ്ട് നമ്മുടെ ഫേസിൽ തന്നെ. മസിൽസിന്റെ എണ്ണമൊക്കെ പറഞ്ഞു കേട്ടാ എന്തോ വലിയ സംഭവം എന്നൊക്കെ തോന്നിപ്പോകൂല്ലേ? ഇതാണ് ഇവരുടെ പരിപാടി. കുറെ സയന്റിഫിക് വേർഡ്സും മസിലുകളുടെ എണ്ണവും ഒക്കെ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടു. സാധാരണക്കാരെ വീഴ്ത്താൻ ഇതൊക്കെ തന്നെ ധാരാളം. ഇവിടെ പാർവതി ഫേഷ്യൽ മസിലുകളുടെ എണ്ണം പറഞ്ഞത് തന്നെ തെറ്റാണ്. മുഖത്ത് മാത്രമായി 57 മസിൽസ് ഉണ്ട് എന്നുള്ളതാണ് പാർവതി ഇവിടെ പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെ മുഖത്ത് 43 മസിലുകളാണുള്ളത്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ മൂവ്മെന്റ്സ്, അതുപോലെ ചവയ്ക്കാനുള്ള നമ്മുടെ കാപ്പബിലിറ്റി, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ 43 മസിലുകളാണ്. പിന്നെ എവിടുന്നാണ് പാർവതിക്ക് ഈ 57 മസിലുകൾ കിട്ടിയത്? ആക്ച്വലി മുഖത്തോടൊപ്പം നമ്മുടെ കഴുത്തിലെ മസിലുകളും കൂടി ചേരുമ്പോഴാണ് 57 മസിലുകൾ ഉണ്ടാവുന്നത്. അത് അങ്ങനെ തന്നെ പറയണം. അല്ലാതെ നമ്മുടെ മുഖത്ത് മാത്രം 57 മസിലുകൾ ഉണ്ട് എന്നൊക്കെ തള്ളിവിടുന്നത് വളരെ വലിയ തെറ്റാണ്. മുറി വൈദ്യന്മാരുടെ പരിപാടിയാണ്. മുറി വൈദ്യൻ ആളെ കൊല്ലുന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ മുറി വൈദ്യന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഈ അവിടെയും ഇവിടെയും ഒക്കെ കേട്ടും അറിഞ്ഞും ഒക്കെ കുറെ സംഭവങ്ങൾ അറിയാം. അപൂർണമായ അറിവായിരിക്കും. ആ ഒരു അറിവ് വെച്ചിട്ടായിരിക്കും അവർ ചികിത്സിക്കുക. അതുകൊണ്ട് തന്നെ ആ രോഗിക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പലപ്പോഴും ഈ കുറഞ്ഞ അറിവുള്ള ആളുകൾക്ക് തനിക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിലുള്ള ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ഭയങ്കര അപകടകരമാണ്. ചില നാട്ടുവൈദ്യന്മാര് കേട്ടിട്ടില്ല, ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടായിരിക്കും സംസാരിക്കുക. അവര് പച്ചിൽ അരിച്ചു തന്നിട്ട് ഇത് തിന്നാൽ മാത്രം മതി, ക്യാൻസർ വരെ മാറുമെന്നൊക്കെ ഇവർ ഫുൾ കോൺഫിഡന്റ് ആയി പറയുന്നത് കാണാം. ഈ മുറിവൈദ്യൻ തിയറി ചികിത്സാ രംഗത്ത് മാത്രമല്ല, എല്ലാ മേഖലകളിലും അപ്ലിക്കബിൾ ആണ്. ഇവിടെ പാർവതിയും ഈ പറയുന്ന മുറിവൈദ്യന്മാരെ പോലെയാണ്. എന്തൊക്കെയോ കുറച്ചറിയാം, പക്ഷെ പൂർണ്ണമായി അറിയത്തുമില്ല. ഇത് അപകടകരമാണ്. എന്തായാലും ബാക്കിയൂടെ ഉണ്ടോക്കാം. നമ്മൾ ഓൾറെഡി ടോൺ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാനും എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഒരു കെമിക്കൽ പീലിംഗ് മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു 20 ഡേയ്സോളം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫേസ് യോഗ. ചെറിയ ചെറിയ യോഗാസ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറെ ഫേസ് മസാജോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു മസിൽ മെമ്മറി അവിടെ ഉണ്ടാവും. നമ്മുടെ ബോഡിയിലെ പോലെ തന്നെയാണ് മസിൽ മെമ്മറി അവിടെ ഉണ്ടാവും. ജസ്റ്റ് 1-2 ദിവസം ചെയ്തതിന് ബാക്ക് ടു നോർമൽ ആവുന്നത്. ആക്ച്വലി പാർവതിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പാർവതി തന്നെയാണ് ഓൺലൈൻ വഴി എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചെറിയ സംശയങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബോട്ടോക്സ് പോലെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും എഫക്റ്റീവ് ആണ് ഈ ഒരു ഫേസ് യോഗ എന്ന് പറഞ്ഞു. അതിനെക്കാട്ടി എഫക്റ്റീവ് എന്നല്ല, ഇതിപ്പം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സമയം ഒരുപാട് ഇല്ലാത്തവരുണ്ടാവും. അവർക്ക് ബോട്ടോക്സ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ ഈ പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ അതിന്റെ എത്രയാണ് ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷൻ അവർക്ക് ചെയ്തു പോകാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ചിലപ്പോൾ അത്രയും പൈസ ഇല്ലാത്തവരുണ്ടാവും. ചിലപ്പം അതിനു വേണ്ടി അത്രയും സമയം കണ്ടെത്താൻ പറ്റാത്തവരുണ്ടാവും. ചിലപ്പോൾ ഇത് പേടിയുള്ളവരുണ്ടാവും. ചില ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നതാണ് ഫേസ് യോഗ. അതാണ് സൈഡ് എഫക്ട്സ് ഒന്നും വേറെ രീതിയിൽ ഒന്നും ഉണ്ടാവത്തില്ല. അതെന്റെ ഗ്യാരണ്ടി. അതെ, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അത് പാർവതിയുടെ ഗ്യാരണ്ടിയാണ്. ഉറപ്പിക്കാവോ പാർവതി? എന്നാൽ നമുക്കൊരു കമന്റ് വായിച്ചു നോക്കാം. ഐ ഡിഡ് ഫേസ് യോഗ about 1 week ago and since then I have not been able to close my mouth properly. I am unable to chew anything and when I try to close my mouth and I hear locking or clicking sound near my ear, I am feeling discomfort and very weird. I would not recommend anyone to try this exercise because of what has happened.
പാർവതിയുടെ ഫേസ് യോഗയെ കുറിച്ചുള്ള ഒരു വീഡിയോക്ക് താഴെ വന്ന കമന്റ് ആണ്. എന്താണ് പറഞ്ഞെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. പാർവതിയെ പോലുള്ള ഫേസ് യോഗക്കാരുടെ വീഡിയോ കണ്ട് മുഖം കൊണ്ട് ഗോസ്റ്റ് കാണിച്ച് അവസാനം 8ന്റെ പണി കിട്ടിയെന്ന്. വായ അടിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചവയ്ക്കാൻ പറ്റുന്നില്ല. വാ അടയ്ക്കുന്ന സമയത്ത് ചെവിയുടെ ഭാഗത്തു നിന്നും എന്തോ സൗണ്ട് കേൾക്കുന്നു എന്നൊക്കെയാണ് ഈ കമന്റ് ഇട്ട ആള് പറയുന്നത്. സിന്ധു എന്ന് പറയുന്ന ഒരാളാണ് ഈ കമന്റ് ചെയ്തിട്ടുള്ളത്. സിന്ധു ചേച്ചി ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചേക്ക്. ചേച്ചിക്ക് TMJക്ക്, അതായത് നമ്മുടെ താടിയെയും തലയോട്ടിയെയും എല്ലാം ബന്ധിപ്പിക്കുന്ന ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും വായ അടിക്കാൻ കഴിയാത്തത്. അതുപോലെ തന്നെ കിൽക്കിങ് സൗണ്ട് ഒക്കെ ഉണ്ടാവും നോക്ക്. എന്തായാലും വേഗം ഡോക്ടറെ കാണിച്ചേക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന്. എന്തായാലും ഫേസ് യോഗ ചെയ്താൽ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല എന്ന പാർവതിയുടെ വാദം പൊളിഞ്ഞല്ലോ അല്ലെ. ഇനിയും ഉണ്ട് സൈഡ് എഫക്റ്റുകൾ. നമ്മൾ ഈ മുഖത്തെ മസിലുകൾ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഗോഷ്ട് കാണിച്ചുകൊണ്ടിരുന്നാൽ മുഖത്ത് അവിടെയും ഇവിടെയും ഒക്കെ പുതിയ വരകൾ വീഴാൻ തുടങ്ങും, ചുളിവുകൾ വരും. അതുപോലെ തന്നെ സ്കിന്ന് വല്ലാതെ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഉറപ്പും യുവത്വവും നൽകുന്ന കൊളാജിൻ, എലാസ്റ്റിൻ തുടങ്ങിയ പ്രോട്ടീനുകൾ ദുർബലമാവുകയും അതുവഴി സ്കിന്നിന്റെ എലാസ്റ്റികത നഷ്ടപ്പെടുകയും പ്രായമാവുന്നതിന് മുമ്പേ തന്നെ വയസ്സന്മാരെ പോലെ തന്നെ സ്കിന്ന് തൂങ്ങാനും സാധ്യതയുണ്ട്. ഇത്രയും സൈഡ് എഫക്റ്റുകളൊക്കെ തന്നെ ധാരാളമല്ലേ. ഒന്നും വേണ്ട, പാർവതിന്റെ മുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഈ കണ്ട ഫേസ് യോഗകളൊക്കെ ചെയ്തിട്ട് തന്റെ വയസ്സിനേക്കാൾ ഇപ്പൊ പ്രായം തോന്നിക്കുന്നില്ലേ. സൂക്ഷിച്ചു നോക്കിയാൽ കുറെ ചുളിവുകളൊക്കെ കാണാം. പക്ഷെ പാർവതിക്ക് അതൊന്നും പ്രശ്നമല്ല. അവരുടെ കയ്യിൽ പണമുണ്ട്, അവര് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അത് ശരിയാക്കും. പല വിധത്തിലുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകൾ ഉണ്ടല്ലോ, പാർവതിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ക്ലാസ് കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾ മുഖം കൊണ്ട് ഇല്ലാത്ത ഗോഷ്ടി ഒക്കെ കാണിച്ച് അവസാനം പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. ശാസ്ത്രീയമായ എന്തെങ്കിലും തെളിവുകളോ വിശ്വാസയോഗമായ എന്തെങ്കിലും പഠനങ്ങളുടെ സപ്പോർട്ടോ ഒന്നും ഇല്ലാതെയാണ് ഫേസ് യോഗ എന്ന് പറഞ്ഞ ഈ പരിപാടി പാർവതിയെ പോലുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർക്ക് അതിൽ നിന്ന് നല്ല സാമ്പത്തിക ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്ത് വില കൊടുത്തും ഇത് പ്രൊമോട്ട് ചെയ്യും. ആരെങ്കിലും എതിർത്ത ഓരോ ന്യായീകരണങ്ങളും കൊണ്ട് വരികയും ചെയ്യും. മുറി വൈദ്യൻ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ. അവർക്ക് കൊടുക്കത്തെ കോൺഫിഡൻസ് ആയിരിക്കും. ഏറ്റവും വലിയ മണ്ടത്തരവും ഏറ്റവും കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അവർ ചെയ്യും. ചത്താലും സ്വന്തം തെറ്റ് സമ്മതിച്ച് തരികയുമില്ല. സോ നമ്മളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ ഒന്നും വരയിൽ ചെന്ന് വീഴാതിരിക്കുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് കാണാം.